ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു കെട്ട് ചീര കിട്ടിയിട്ടുണ്ട്. ഇന്ന് കുറേ പയറിലെല്ലാം കൂടെ വെട്ടിക്കളയാമെന്ന് കണ്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയ ചീരയാണ് ഇത്. എങ്കിൽ പിന്നെ നമുക്ക് ഇതുകൊണ്ടൊരു നല്ല തോരൻ, തേങ്ങ ഒക്കെ ഇട്ട് വെച്ച ഒരു തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് തുടങ്ങാമേ. ഇതിനെ ഒന്ന് കഴുകി നമുക്ക് അതിൻ്റെ വെള്ളം വാരാനായിട്ട് വെക്കാം കേട്ടോ. നമ്മൾ വളർത്തുന്ന പച്ചക്കറിയിൽ നിന്നൊക്കെ വിളവെടുത്തിട്ട് അതിനെ ഒന്ന് കറി വെച്ചൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. ഇത് ഞങ്ങൾ നട്ടതൊന്നുമല്ല. ഇതെന്നിപ്പോൾ എനിക്ക് 2 പ്രാവശ്യമായിട്ട് എനിക്ക് കിട്ടി. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ നട്ടിരുന്നായിരുന്നു ചീര. അതിൻ്റെ ഓരോ വിത്ത് ഓരോ വർഷവും കിടക്കുന്ന കുറേശ്ശെയായിട്ട് വരും. അതിനെ ഞാൻ കണ്ടിച്ച് എടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ നമുക്ക് കറിക്കുള്ളത് കിട്ടുമേ. ഇന്ന് നമുക്കിതിന് നല്ല ഒരു തോരൻ വയ്ക്കാം. തേങ്ങ ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരു ടേസ്റ്റിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ നമുക്കതിനെ ഒന്ന് ചെറുക്ക ഇത് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചീരയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിനകത്ത് അധികം ഒന്നും ഇടുന്നില്ല. ഒരു 2 പച്ചമുളകും ഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ ഒത്തിരി മസാലകളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചീരയുടെ രുചി തന്നെ വേറെ എന്തെങ്കിലും ആയി പോകുന്നത് തോന്നുന്നത്. അത് കാരണം ഞാൻ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി. വെളിച്ചെണ്ണയാണ്. അതിനകത്തോട്ട് കുറച്ച് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ ഇടാം. ഇത് ഒത്തിരി അങ്ങ് ബ്രൗൺ നിറമൊന്നും ആകുന്നത് വരെ വെയിറ്റ് ചെയ്യത്തില്ല. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മഞ്ഞളിൻ്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീര എല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് വേകണമല്ലോ. വെള്ളമൊന്നും ഒഴിക്കണ്ട. നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണേ. ഞാൻ നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്താമേ. ഇത് നൈഫ് ഷാർപ്പ്നറാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. 20 പൗണ്ടായിരുന്നു. ഇത് നമുക്ക് 3 ഇതുണ്ട്. നമുക്ക് ഷാർപ്പ്നർ ഇതിൻ്റെ താഴെ നമുക്ക് ടേബിളിൽ ഇത് ചെയ്ത് വയ്ക്കാം. ഈ 3 ഉണ്ട്. ഒന്ന് ഇത് ഏറ്റവും കൂടുതൽ ഷാർപ്പായിട്ടുള്ള ഒന്നാണ്. ഈ പിച്ചാത്തി നമ്മൾ എന്തെങ്കിലും ഒന്ന് വെട്ടിയാൽ എന്ത് മൂർച്ചയാണെന്നറിയാമോ ഇതിന്. ഞാൻ ഇതിൽ ചെയ്തതാണ്. ഇത് നമ്മുടെ ടെമു പ്രൊഡക്റ്റാണ്. ടെമുവിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൽ അത്ര എനിക്ക് രസമായിട്ട് തോന്നുന്നില്ല. അതിലുമൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് 20 പൗണ്ട് നമുക്ക് ലൈഫ് ലോങ് ആണ്. കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങിക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ രുചിയേറും ചീര എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് വെന്ത് കഴിയാറാകുമ്പോഴേ ഞാൻ തേങ്ങ ഇടത്തുള്ളേ. തേങ്ങ ഒന്ന് വേഗമായിട്ട് നമുക്ക് ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് കൂടെ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി. കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയുണ്ടല്ലേ. ഞാൻ ഒരു കാര്യം മറന്നുപോയതല്ല. ഉപ്പ് ഞാൻ ഏറ്റവും ലാസ്റ്റിലേ എടുത്തുള്ളേ. ഉപ്പിട്ടു. നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി. ആ ചീരയുടെയൊക്കെ ഒരു നിറം കണ്ടോ. ഇതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് ഇതിന് കേട്ടോ. നല്ലതാണ്. നമ്മുടെ മുറ്റത്ത് വളരുന്നതല്ലേ. ഏതായാലും അഴുക്കാകാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ചീരത്തോടൻ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് നേരം ഈ ചീനച്ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ. ഇത് നമുക്ക് അടച്ചു വെക്കാം. അതുപോലെ നമ്മുടെ തീയും ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചീരത്തോരൻ റെഡി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ എളുപ്പമുള്ള ചീര ഒന്ന് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ.